കരൾ പങ്കിടാൻ വയ്യൻ്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി ലഹരിയുടെ പക്ഷികൾ. നമ്മുടെ അയ്യപ്പൻ്റെ കവിതയാണ് കേട്ടോ ശരിക്കും ഓർമ്മ വന്നത്. പണ്ടൊക്കെ ഞായറാഴ്ചകളിൽ ഭയങ്കര പ്രിപ്പറേഷനാണ് അല്ലേ, അന്നൊക്കെ വീടുകളിലെ അതുവരെ ഓമനിച്ച് വളർത്തിയിരുന്ന കോഴീനെ കൊല്ലും, കുറേ അരിയടപ്പത്തിടും, ഏതെങ്കിലുമൊക്കെ വിരുന്നുകാർ വൈകുന്നേരം വരെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ. ഇന്ന് അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഈ അണുകുടുംബങ്ങളിലേക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നിനൊന്നും പ്രത്യേകിച്ച് കഴിക്കണ നേരത്തേക്ക് കഴിക്കാനൊന്നും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ആരും പോവാറില്ല കേട്ടോ. പിന്നെ വല്ല ഡിന്നർ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂടും എന്നല്ലാതെ. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനാണ് കേട്ടോ. പക്ഷേ ഞാൻ ഈ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഈ കരൾ വറുത്തത്, അത് മാത്രമേ കഴിക്കാം കേട്ടോ. അതിലിങ്ങനെ നന്നായിട്ട് മസാല പുരട്ടി, അത് വെറുതെ വറുത്തതൊന്നുമല്ല, നല്ല ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ചുവന്ന മുളകും ഒക്കെ ചേർത്തിട്ട്, പച്ചമുളകില്ല കേട്ടോ, ഒരു എക്സാജറേഷൻ്റെ ആവേശത്തിൽ അത് വന്നു പോയതാണ്. പിന്നെ ഞങ്ങൾ തൃശ്ശൂർക്കാർ ഈ ഇല കഞ്ഞിവെള്ളത്തിലിട്ട് കഴിക്കണ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. എപ്പോഴും കുത്തിക്കാച്ചിട്ട് സകല ഇലകളും റോട്ടിൽ നിന്ന് പറിച്ചു കൊടുത്തതായാലും കുത്തിക്കാച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുക. അതിൻ്റെ ഒരു സ്വാദ് എന്താ പറയുക, നമ്മൾ മുരിങ്ങയുടെ ഇല ഉപ്പേരി, ചീരയുടെ ഇല ഉപ്പേരി എന്നാണ് പറയുക. ഉപ്പേരി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള നമ്മളുടെ ജില്ലകളിലൊക്കെ ചിപ്സ് ആണെങ്കിലും നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഉള്ളിയും മുളകും കുത്തിക്കാച്ചിയതാണ് കേട്ടോ. അതിൻ്റെ ഒരു വൈബ് അല്ലെങ്കിൽ ആ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഞകണ്ടു. അതിൻ്റെ ആ അപ്പിയറൻസ് തന്നെ നോക്കിക്കോളോ, എന്താ ലുക്ക്. അത് കൂട്ടി വേറെ ഒന്നും കൂട്ടാതെ തന്നെ നമ്മൾക്ക് ഊണയിക്കാം കേട്ടോ. പിന്നെ ഇന്നത്തെ നായകൻ കരൾ കണ്ടില്ലേ, ആ മസാലയിലൊക്കെ പൊതിഞ്ഞു വന്നപ്പോൾ ആ ഒരു കുഞ്ഞു പീസ് കരൾ കൂട്ടിയിട്ട് ഒരു കുഞ്ഞു ഉരുള കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെയുള്ളൊരു മനസ്സംതൃപ്തിയായി. മനസ്സംതൃപ്തി. എൻ്റെ മനസ്സിന് ഇതൊക്കെ മതി കുട്ടികളെ. വളരെ ലളിതം സുന്ദരം. നല്ലൊരു ഒഴിച്ചുകറി, ഒരു പയറ് തോരൻ, ഒരു കുഞ്ഞി കരൾ പീസ്, പിന്നെ നമ്മളുടെ ഇലക്കറി, നല്ല ഐഡിയലായിട്ടുള്ള പ്ലേറ്റ്, ഇത്തിരി ചോറ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുക. ഇതിനൊന്നും അധികം ചിലവില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ തൊടിയിൽ തന്നെ മുരിങ്ങയുടെ ഇലയുണ്ട്. പിന്നെ 4 ഉള്ളിയാണ് അതിലേക്ക് ചിലവ്. മാക്സിമം ഓയിൽ കുറച്ച് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ വെളിച്ചെണ്ണ മാക്സിമം കൺസംഷൻ കുറയ്ക്കാം. അങ്ങനെയൊക്കെ നോക്കി ലോ ബഡ്ജറ്റിലെ വീട്ടുകാർക്ക് എങ്ങനെ ടേസ്റ്റിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതായിരിക്കണം നമ്മുടെയൊക്കെ ഒരു ഇത്. എങ്ങനെയൊക്കെ ആയാലും ഈ പയറും ഇലക്കറികളും കുമ്പളങ്ങയൊക്കെ പിള്ളേരുടെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ അവറ്റങ്ങൾ എടുത്തെറിയും. കാരണം അവർക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ ഈ വറുത്തതും പൊരിച്ചതും പിന്നെ ഷവർമ, ഷവായി അങ്ങനെയൊക്കെയാണല്ലോ ഏറ്റവും പ്രധാനം. എന്തൊക്കെയായാലും നമ്മൾക്കിതൊന്നും